ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ തലക്കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. കേരമീൻ്റെ ഒരു തല, ഒരു അടിപൊളി വലിയൊരു കേരമീൻ്റെ തലയാണ്. തലക്കറി വെക്കാനായിട്ട് ഞാനൊരു തക്കാളി, അതുപോലെ തന്നെ ഒരു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അതെല്ലാം നല്ല ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കണേ. വെള്ളം അങ്ങോട്ട് വഴറ്റിയെടുക്കാനുള്ളത്. ഇപ്പൊ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം അങ്ങോട്ട് ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. ഇന്റാലിയത്തിന്റെ ഒരു ചട്ടി, അടികട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക്. അപ്പൊ അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഓയിൽ അങ്ങോട്ട് ചൂടായി വന്നപ്പോഴേക്ക് അതിൽ കുറച്ച് ഉലുവ ക്രഷ് ചെയ്തത് അങ്ങോട്ട് ഇട്ടിട്ടെ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഈ കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഇട്ടു. ആ തക്കാളിയും പച്ചമുളകും ഒഴികെ മീഡിയം തീയിൽ നല്ല വെണ്ണ അതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തേ. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ഇട്ടിട്ടെ അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്തു. ഇനി നല്ല വെള്ളം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണത്. ചെറിയ തീയിൽ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ അത് റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടി. കരിഞ്ഞൊന്നും പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് അങ്ങോട്ട് ചേർത്തട്ടെ നല്ല വെണ്ണം അങ്ങോട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തട്ടെ. അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതുപോലെ തന്നെ ആ പച്ചമുളകും ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ നല്ല വെണ്ണം അങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തട്ടെ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പൊ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടെ ഈ തക്കാളിക്കൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ടെ പിന്നെ ഇതിന്റെ പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് കുടംപുളിയാണ് ചേർക്കുന്നത്. അപ്പൊ ആ കുടംപുളി നല്ലവണ്ണം അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ടേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് വന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ആ പുളിയൊക്കെ അങ്ങോട്ട് ഈ ചാറിലേക്ക് ഒന്ന് പിടിക്കണം. ഇത് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരാൻ നേരത്തെ ഒന്ന് അതിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് നോക്കിയിട്ടേ കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇനി ഇതിലേക്ക് മീനിട്ട് വേവിക്കേണ്ടതാണല്ലോ. കുറച്ചും കൂടി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല വെള്ളം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ആ തല ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയിട്ടാണ്. ഈ തല എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോയുള്ള ഒരു തലയാണ്. അപ്പൊ അത് ചേർത്ത് കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആ കട്ട് ചെയ്ത തലക്കഷ്ണം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലക്കറി ഇവിടെ റെഡിയാവും. ഞങ്ങളൊക്കെ നാട്ടില് തലക്കറിയൊക്കെ വെക്കുന്നതേ അത് തല മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടാണ്. ഈ തലക്കറിക്കൊക്കെ പ്രശസ്തമായിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തുണ്ട്. മുല്ലപ്പന്തൽ ഷാപ്പ് എന്നൊക്കെ പറയും. അവിടത്തെയൊക്കെ തലക്കറി നല്ല സൂപ്പറാണ്. അതേപോലെയൊക്കെ ചെയ്യാനായിട്ടേ വലിയ പാത്രമൊക്കെ വേണം. ഒരു 3 കിലോ തലയൊക്കെ അങ്ങോട്ട് ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തെടുത്ത് അങ്ങോട്ട് ചെയ്തപ്പോഴും കറി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ടേ. അപ്പൊ കൂട്ടുകാരെ, ഈ തലക്കറിയൊക്കെ വെക്കാനായിട്ട് വലിയ പാത്രമൊന്നും ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. ഇതേപോലെ കട്ട് ചെയ്ത് തലക്കറി അങ്ങോട്ട് വെച്ച് നോക്കും. നല്ല സൂപ്പറാണ്. തലക്കറിയൊക്കെ അങ്ങോട്ട് മുളകട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ നല്ല അടിപൊളിയായിരിക്കും.